ഒന്ന് നടു നിവർത്താൻ പറ്റിയ എന്തെങ്കിലും കുറച്ച് 1, 2, 3 കുഞ്ഞു ഉരുള കിട്ടിയാലും മനുഷ്യന് ഭംഗിയായി ജീവിക്കാം. കണ്ടത് മുഴുവനും തിന്നാനുള്ളതല്ല. എന്ത്? വയറ്. മധ്യ കേരളമാണ് എന്ത്? ക്യാൻസറിൻ്റെ കേന്ദ്രം. മധ്യ കേരളം. അതായത് ഏകദേശം മദ്യം എന്ന് പറയുന്നത് ഞാനൊരു കോലത്തിൽ പറയാണ്. അങ്ങനെ മധ്യ കേരളം മുതൽ, ഉദാഹരണം തൃശ്ശൂർ മുതലാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ രോഗം, ക്യാൻസർ. മനുഷ്യ ശരീരത്തിൻ്റെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് 3 ത്രിദോഷങ്ങളാണ്: വായു, പിത്തം, കഫം. ഇതെല്ലാം ശരീരത്തിൽ ഉണ്ടായിരിക്കണം. കൂടാനും പാടില്ല, കുറയാൻ പാടില്ല. വായു, പിത്തം, കഫം എന്നീ 3 ഘടകങ്ങളാണ്. ഇവ ശരീരത്തിൽ കൃത്യമായ അളവിലും തുലനാവസ്ഥയിലും ഇരിക്കുമ്പോൾ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അങ്ങനെ മഞ്ചേരി ഭാഗത്ത് നിങ്ങൾ പോവാം. അപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് കടയുടെ മുന്നിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഒരു പ്രധാനമായ ഐറ്റമാണ് എന്തെന്നറിയോ? പൊരിച്ച ഐസ്ക്രീം. പൊരിച്ച ഐസ്ക്രീം. ഈ ബോർഡ് കണ്ടവർക്ക് കൈപ്പൊക്കാം. കണ്ടിട്ടില്ലേ? ഇതാ പൊരിച്ച ഐസ്ക്രീം. എന്താ ഇവനെ എങ്ങനെയാ മുസ്ലിം എന്ന് പറയാം? ഈ ലോകം മുഴുവൻ നിങ്ങൾ ചുറ്റി നടന്നാൽ, ആഫ്രിക്കയിലും യൂറോപ്പിലും അമേരിക്കയിലും മുഴുവൻ ചുറ്റി നടന്നാലും എന്ത് കാണൂല? പൊരിച്ച ഐസ്ക്രീം കിട്ടും, പൊരിച്ച പോത്തിറച്ചിയും കിട്ടും, ചിലപ്പോൾ പോർക്കും കിട്ടും, ഒക്കെ കിട്ടും. എന്ത് കിട്ടൂല? ഹദീസുകൾ ഞാൻ ആശ്രയിക്കും. വലിയ വലിയ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നൽകിയ ഗവേഷണ ഗ്രന്ഥങ്ങളെയും ഞാൻ ആശ്രയിക്കും. ഇതൊരു ക്ലാസ് കൊണ്ടോ 2 ക്ലാസ് കൊണ്ടോ 10 ക്ലാസ് കൊണ്ടോ തീരുന്ന ഒരു വിഷയമല്ല. ഇതൊരു ബയർ പോലെ കിടക്കുന്നതാണ്. അത് നിങ്ങൾ ആദ്യം മുതലേ ഫോളോ ചെയ്ത് വരണം. അത് കൃത്യമായും വ്യക്തമായും നമ്മൾ മനസ്സിലാക്കണം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഹാഫിദ് ഇബ്നു ഖയ്യിമിൻ്റെ സാദുൽ മആദിൽ നിന്നാണ്. സാദുൽ മആദ് 4-ാം വാള്യത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ചിന്തിക്കണം. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന, ആരാധന. ആരാധനയുടെ തന്നെ ആന്തരഭാഗം എന്നത് പ്രാർത്ഥന. ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, കണ്ണ് തുറന്ന് കേൾക്കണം. ഞാൻ ഈ ആരോഗ്യ ക്ലാസ്സിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഇത് നിങ്ങളോട് പറയുന്നത്. മനസ്സിലാവണ്ടേ പറഞ്ഞത്? അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ആരാധന. അല്ലേ? പറ അങ്ങനെയാണ് ഹദീസ്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ആരാധന. എഴുതി വെക്കണം. ഹദീസൊക്കെ കുട്ടികൾ എഴുതി വെക്കണം. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ. പ്രാർത്ഥനയാണ് ആരാധനയുടെ മജ്ജ. ഇത് 2ാമത്തെ ഹദീസ്. എന്ത് മനുഷ്യന്മാർക്ക് ഉദാഹരണം പറയാം. ഒരു മനുഷ്യന് കയ്യും കാലും ഒക്കെ അവന് മുറിക്കപ്പെടാം. പഠിച്ചോ നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. അതേ സമയത്ത് മജ്ജക്ക് കേടുവന്നാൽ അതോട് ഒഴിവാക്കാൻ പറ്റില്ല. പകരം മറ്റൊരു മജ്ജ കയറ്റണം. റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ മജ്ജ കയറ്റും. മജ്ജ കയറ്റി എത്രയോ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. മജ്ജ കയറ്റിയ ആളുകൾ എന്തുകൊണ്ട്? കൈയില്ലാതിരിക്കുക, കാലില്ലാതിരിക്കുക, എന്തില്ലാതിരിക്കാൻ പറ്റൂല? മജ്ജക്ക് പകരം വേറെ മജ്ജ ഉണ്ടാവണം. മജ്ജ ഇല്ലാത്ത കഴിയില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. അദ്ദുആഉ മുഖുൽ ഇബാദ. ആരാധനയുടെ മജ്ജയാണ് എന്ത്? പ്രാർത്ഥന. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ആരാധന. ഇനി ഈ ഹദീസ് മനസ്സിലാക്കിയിട്ട് ഒരു ഹദീസ് കേൾക്ക്. ചിന്തിക്ക്. പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇമാം തിർമിദി ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാ സുഇലല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹി മിനൽ ആഫിയ. മാ സുഇലല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹി മിനൽ ആഫിയ. മറക്കരുത്. ഈ ഹദീസ് എഴുതി വെക്കണം, കുട്ടികൾ എഴുതി വെക്കണം ഈ ഹദീസ്. മാ സുഇലല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹി മിനൽ ആഫിയ. ഇതിൻ്റെ ഒരു പ്രാധാന്യം ഈ ഹദീസിൽ നിന്ന് ഇത് പുണ്യ റസൂൽ പറയാം. മാ സുഇലല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹി മിനൽ ആഫിയ. മാ സുഇലല്ലാഹു, അല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടിട്ടില്ല, ഷൈഅൻ ഒരു കാര്യത്തെയും ചോദിക്കപ്പെട്ടിട്ടില്ല, അഹബ്ബ ഇലൈഹി അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട്. മാ സുഇലല്ലാഹു, ഒന്നുകൂടെ കേൾക്ക്. മാ സുഇലല്ലാഹു, അല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടിട്ടില്ല, ഷൈഅൻ ഒരു കാര്യത്തെയും, അഹബ്ബ ഇലൈഹി
അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ഒരു കാര്യം അവനോട് ചോദിക്കപ്പെട്ടിട്ടില്ല. മിനൽ ആഫിയത്തി, ആരോഗ്യം ചോദിക്കുന്നതിനേക്കാൾ. യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്. അപ്പം നിങ്ങൾ എന്ത് ചോദിക്കുന്നതിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം ആരോഗ്യം ചോദിക്കുക. സുബ്ഹാൻ. അപ്പം അതിൻ്റെ പ്രാധാന്യം എത്രയും. ഇനി ഇതിനപ്പുറം എന്താ കേൾക്കേണ്ടത്? എന്തും സ്വർഗം ഒക്കെ നരക ഇതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഒന്നാമതായി എന്താ വേണ്ടത്? നിങ്ങളിപ്പോൾ എവിടെയാണ്? ഭൂമിയിലാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ആദ്യമായിട്ട് വേണ്ടത് എന്താ? ആരോഗ്യം. പണം എൻ്റെ കയ്യിലുണ്ടായാൽ എനിക്ക് ഉപകരിക്കും, ആഫിയത്ത് എൻ്റെ കയ്യിലുണ്ടായാൽ എനിക്ക് ഉപകരിക്കില്ല. എൻ്റെ കയ്യിൽ തന്നെ വേണം. അങ്ങനെയല്ലേ പറയേ? ഇപ്പം സൈനുവിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 500 ഉറുപ്പ്യ ഉണ്ട് ഈ പെട്രോൾ അടിക്കാൻ. എനിക്ക് മൂത്തടുത്ത് പോകണം, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ സൈനുവിൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അവനോട് ഞാൻ പറഞ്ഞു, സൈനു എനിക്ക് ഇന്ന് മൂത്തടുത്ത് കൊണ്ടുവരണം. ആയിക്കോട്ടെ ഉസ്താദേ, പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. ആയിക്കോട്ടെ, എന്താ പ്രശ്നം ഉസ്താദേ, എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പം സൈനുദ്ദീൻ്റെ കയ്യിലുള്ള പൈസ എനിക്ക് ഉപകരിക്കും, അതേസമയത്ത് സൈനുദ്ദീൻ്റെ കയ്യിലുള്ള ആഫിയത്ത് ഉപകരിക്കില്ല. ഒരിക്കലും ഉപകരിക്കില്ല, ഒരിക്കലില്ല. താലൂത്തിനെ നേതാവാക്കി ശംബീൽ നബി, ശമൂവേൽ പ്രവാചകൻ, ബൈബിളിലുണ്ട് ശമൂവേൽ പ്രവാചകൻ, താലൂത്തിനെ ഭരണാധികാരിയാക്കി, സർവ്വസൈന്യാധിപനാക്കി. സർവ്വസൈന്യാധിപൻ തന്നെ ഭരണാധികാരി. അപ്പോൾ ഇസ്രായേല്യർ കയർത്തു. ആരോട്? ശംബീലിനോട്. എന്താ ഇസ്രായേല്യരെ ചോദിച്ചത്? അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന വലം യുഅത സഅതൻ മിനൽ മാൽ. ഏതാ? അൽ ബഖറ. എത്ര ആയത്ത് നോക്ക് പെട്ടെന്ന് വേഗം. അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന വലം യുഅത സഅതൻ മിനൽ മാൽ. അൽ ബഖറ. സയഖൂലുന മുമ്പാകാനാണ് സാധ്യത. താലൂത്ത് എന്ന ആട്ടിടയന് എങ്ങനെയാണ് ഞങ്ങളുടെ മേൽ അധികാരമുണ്ടാവുക? വലം യൂത സഅതൻ മിനൽ മാൽ, അയാൾക്ക് ധനം നൽകപ്പെട്ടിട്ടില്ലല്ലോ. ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് അയാൾക്ക് എന്ത് കിട്ടിയിട്ടില്ല? ധനമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ഞങ്ങളെ മേൽ അധികാരമുണ്ടാവുക? ഏറ്റവും ചുരുങ്ങിയത് ഒരു ഭരണകർത്താവിന്, ഒരു സർവ്വസൈന്യാധിപന്, ഒരു ഭരണകർത്താവിന് എന്തു വേണ്ടേ? സമ്പത്ത് വേണ്ടേ? ഇയാൾക്ക് എന്തില്ലല്ലോ? സമ്പത്തില്ലല്ലോ. എന്താ പറയുന്ന മറുപടി? ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം. അൽ ബഖറ. ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും, അല്ലാഹു സർവ്വലോക സ്രഷ്ടാവായ അല്ലാഹു താലൂത്തിനെ അയാൾ ഇടയനാണെങ്കിൽ പോലും നിങ്ങൾക്ക് മേൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഷെപ്പേഡ്സാണ് എപ്പോഴും ഗുരുഭൂതന്മാരായത്, ഗുരുക്കളും നബിമാരുമായത്. ഗുഡ് ഷെപ്പേഡ്സ്. ഏറ്റവും നല്ലൊരു ഷെപ്പേഡ് തന്നെയായിരുന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. കണ്ടില്ലേ മോനെ? അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന വലം യുഅത സഅതൻ മിനൽ മാൽ. അൽ ബഖറയിൽ 1-ാം ജുസിന്റെ ലാസ്റ്റ് ഭാഗമായിരിക്കാൻ സാധ്യത. ഇനി 2-ാം ജുസിന്റെ ലാസ്റ്റ് ഭാഗം എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഓർമ്മയെന്ന് എടുത്ത് പറയാം. ഇങ്ങോട്ട് വരി. 2-ാം ജുസ് ആവില്ല, 1-ാം ജുസ് തന്നെ. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കണേ, ചിന്തിക്ക്. അവിടെ താലൂത്തിനെ ഞങ്ങളുടെ മേലെ അധികാരിയാകുന്നത് എങ്ങനെ? വലം യൂത സഅതൻ മിനൽ മാൽ, അയാൾക്ക് സമ്പത്ത് നൽകപ്പെട്ടിട്ടില്ലല്ലോ. ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരു സമ്പത്തിന്റെ തഖ്ദീർ ഉണ്ടായില്ല. സമ്പത്തില്ലാത്ത വ്യക്തി, എങ്ങനെ ആ വ്യക്തിക്ക് ഞങ്ങളെ മേലെ അധികാരം ഉണ്ടാകും? അപ്പോൾ ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താ? ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും, അല്ലാഹു അദ്ദേഹത്തെ നിങ്ങളുടെ മേൽ തിരഞ്ഞെടുത്തു. വസാദഹു, അല്ലാഹു അദ്ദേഹത്തിന് നിങ്ങളെക്കാൾ അധികമായി നൽകി. ബസ്തതൻ ഫിൽ ഇൽമി, വിജ്ഞാനത്തിലുള്ള ഒരു അതിസമൃദ്ധി, വിജ്ഞാനത്തിന്റെ സമൃദ്ധി അയാൾക്ക് നൽകി. ഫിൽ ഇൽമി വൽ ജിസ്ം, കരുത്തുറ്റ ആരോഗ്യവും. ഒരു ഭരണാധികാരിക്ക് വേണ്ടത് വിജ്ഞാനവും ആരോഗ്യവുമാണ്. എന്തല്ല? പണമല്ല. പണം ഖജനാവിലുണ്ടായാൽ മതി. ഈ ഖജനാവിൽ പണം ഇല്ലെങ്കിലും അയാൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ.
അപ്പം പുതിയ ഭരണകൂടം അധികാരത്തിൽ കയറിയ പറഞ്ഞ പൂച്ച പ്രസവിച്ച് കിടക്കാണ് ഖജനാവിൽ എന്നാ പറഞ്ഞ്. എന്നിട്ടും അവരാരും ഇത് വാങ്ങാതിരുന്നിട്ടില്ലല്ലോ. കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവെന്താ അത് ഭരണാധികാരി ബുദ്ധിമാനാണെങ്കിൽ വിജ്ഞാനമുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ കഴിയും. അപ്പം പണം ഒരു പ്രധാനപ്പെട്ട റോളേ അല്ല. എന്നാൽ പണം അനിവാര്യമാണെന്നേ ഉള്ളൂ. ബുദ്ധി ഉണ്ടായാൽ മതി. എന്താ പറഞ്ഞ മോനെ? സയക്കൂലുവിൻ്റെ ലാസ്റ്റാ? ഓ അപ്പോൾ 2-5 ദിവസത്തിൻ്റെ ലാസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, തെറ്റിയതാ, എനിക്ക് തെറ്റിയതാ. വഖാല ലഹും നബിയുഹും ഇന്നല്ലാഹ. അപ്പം 247. വഖാല ലഹും നബിയുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും ത്വാലൂത മലിക്കൻ. നിങ്ങൾക്ക് രാജാവായി ഇടയനായ ത്വാലൂത്തിനെ പരമാധികാരിയായ ദൈവം തമ്പുരാൻ പടച്ചമ്പുരാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഖാലു, അപ്പോൾ ഇസ്രായേലിയർ തിരിച്ചു ചോദിച്ചു, അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന, ഞങ്ങൾക്കിടെ മേൽ അയാൾക്ക് എങ്ങനെ അധികാരമുണ്ടാവും? വനഹ്നു അഹഖു ബിൽ മുൽകി മിൻ, അയാളെക്കാൾ അധികാരത്തിന് അർഹത ഞങ്ങൾക്കല്ലേ? എന്തുകൊണ്ടെന്നാൽ വലം യുഅത സഅതൻ മിനൽ മാൽ, അയാൾ ഞങ്ങളുടെ ഗോത്രങ്ങളുടെ ഇടയന, ഞങ്ങൾ പണക്കാരാ, ഞങ്ങൾക്കാണ് അപ്പോൾ ഭരിക്കാനുള്ള അർഹത. അയാളാരാ? ഇടയന എന്നവർ പറയവേ എന്ന്. അപ്പോൾ ഖാല, ശംബീൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫാഹു അലൈക്കും, നിങ്ങളുടെ മേൽ ഇടയനായ ഈ മനുഷ്യനെ അള്ളാഹു തിരഞ്ഞെടുത്തു. പിന്നെ എന്താണ് അയാൾക്ക് നിങ്ങളെക്കാൾ ഒരു പ്രത്യേകമായ ഐഡന്റിറ്റി ഉള്ളത്? വസാദഹു, അയാൾക്ക് അള്ളാഹു നിങ്ങളെക്കാൾ അധികമായി നൽകിയിട്ടുണ്ട്. മസ്തത്തൻ, ഒരു സമൃദ്ധി, ഫിൽ ഇൽമി, വിജ്ഞാനത്തിൽ, വൽ ജിസ്മി, ആരോഗ്യത്തിലും. ഒരു ഭരണാധികാരിക്ക് വേണ്ടത് വിജ്ഞാനവും ആരോഗ്യവുമാണ്. ഇത് രണ്ടേ കഴിഞ്ഞു, എങ്ങനെയും ഭരിക്കണം. അപ്പൊ ഏത് കാലത്തും മർമ്മമാണ് എന്ത്? ആരോഗ്യം. നമുക്ക് പറഞ്ഞത് മനസ്സിലായി. ഇസ്ലാമിനൊക്കെ നൽകുന്നൊരു പ്രാധാന്യം എത്രയാ? ഇത് ഖുർആനാ. അപ്പൊ എന്തും പ്രധാനം, ഏത് കാലത്തും പ്രധാനമാണ് എന്ത്? ആരോഗ്യം. ഏത് കാലത്തും ആരോഗ്യം പ്രധാനമാണ്. ആ ഹദീത്ത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. മാ സുഇലല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹി മിനൽ ആഫിയ. മാ സുഇലല്ലാഹു, സർവലോക സ്രഷ്ടാവായ അള്ളാഹുവിനോട് ചോദിക്കപ്പെട്ടിട്ടില്ല, ഷൈഅൻ, ഒരു കാര്യത്തെയും, അഹബ്ബ ഇലൈഹി, അവങ്കിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് ചോദിക്കപ്പെട്ടിട്ടില്ല, മിനൽ ആഫിയത്തി, ആരോഗ്യത്തെ. അള്ളാഹുവേ, ഈ മക്കത്ത് പോണേ, മദീനത്ത് പോണേ എന്നൊക്കെ ഇജ്ജ് പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം എന്ത് പറയാണ്? എനിക്ക് നീ ആരോഗ്യം ഉണ്ടായെങ്കിലേ മക്കത്ത് പോകാനും പറ്റുള്ളൂ. മക്കത്ത് പോണ ഹജ്ജ് ചെയ്യണം. ഹജ്ജിൻ്റെ ബാധ്യതൻ്റെ നിബന്ധനകളിൽ ഒന്നെന്താ? സമ്പത്ത്, ദേഹസൗഖ്യം, യാത്രാ സുരക്ഷിതത്വം, സമ്പത്ത്. ഈ മൂന്നുള്ളവർക്ക് മതി എന്ത്? ഹജ്ജിന്. ഇപ്പോൾ ഒരാൾക്ക് ദേഹസുഖമില്ല, സമ്പത്തുണ്ട് എങ്കിൽ അയാൾക്ക് മക്കത്ത് പോകാൻ കഴിയില്ല. വേറൊരാളെ പകരം പറഞ്ഞേക്കേണ്ടി വരും. ഒരാൾക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തില്ല, 4 ആൾ കൊടുത്താൽ പോകാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഒരാൾക്ക് സമ്പത്തില്ല, സൗഖ്യമുണ്ട് എങ്കിൽ മറ്റൊരാൾ കൊടുത്താൽ ഹജ്ജിന് പോകാലോ. അതേ സമയത്ത് പള്ള നിറച്ച് മുതലുണ്ട്, എന്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച് കിടക്കണമെങ്കിൽ 4 ആൾ വേണം. അയാളെങ്ങനെ ഹജ്ജിനോട്? അപ്പൊ എന്തിനേക്കാളും പ്രധാനം എന്താണ്? ആരോഗ്യം. اللهم اهدني فيمن هديت وعافني فيمن عافيت. يا سبحان الله. കുനൂത്ത് അതിരാവിലെ റബ്ബിനോട് ചോദിക്കുന്നത്, اللهم اهدني فيمن هديت, അല്ലാഹുവേ നീ ഹിദായത്ത് കൊടുത്തവരെ കൂട്ടത്തിൽ എനിക്ക് നീ എൻ്റെ മനസ്സിന് നീ നിന്നെക്കുറിച്ചുള്ള വെളിച്ചം തരണം. അതാണ് ഹിദായത്ത്. നെക്സ്റ്റ് തൊട്ടടുത്ത് വഅഫിനി ഫിമൻ ആഫൈത്, നീ സൗഖ്യം കൊടുത്തവരെ കൂട്ടത്തിൽ എനിക്ക് നീ സൗഖ്യം തരണം. സൗഖ്യമാണ് ആരോഗ്യം, കരുത്തിട്ട് ആരോഗ്യം. എന്താ വാക്കിനെ കാത്ത്? എത്ര സെക്കൻഡ്? 1 നിന്നെക്കുറിച്ചുള്ള വെളിച്ചം, എന്നാണ് ഹിദായത്ത്. 2 എൻ്റെ തടിക്ക് ആരോഗ്യമാണ്. സുബ്ഹാനല്ലാഹ്, അതിനേക്കാളും വലിയ ഒന്നുമില്ല. അങ്ങനെയാണ്. ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖാ, ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖാ. പടച്ചോനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് സമ്പത്ത് കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു ഒഴുക്കൻ വാക്ക.
ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖാ, ഹദീസാണ് എഴുതിക്കുക. ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖാ, ദൈവത്തെ സൂക്ഷിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സമ്പത്ത് കിട്ടിയാൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. എന്നാൽ വസ്സിഹ്ഹത്തു ഖൈറും മിനൽ ഗിനാ, എന്നാലും സമ്പത്തിനേക്കാളും പ്രധാനം ആരോഗ്യം തന്നെയാണ്. വസ്സിഹ്ഹത്തു ഖൈറും മിനൽ ഗിനാ, എഴുതിയ ഹദീസ്. ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖാ വസ്സിഹ്ഹത്തു ഖൈറും മിനൽ ഗിനാ. ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖാ. അപ്പോ പണം എല്ലാവർക്കും കിട്ടിയാൽ ഗുണമല്ല, ആർക്കേ കിട്ടാവൂ? ദൈവത്തെ സൂക്ഷിക്കുന്ന ആൾക്ക് കയ്യിൽ സമ്പത്ത് കിട്ടിയാൽ എല്ലാവർക്കും ഉപകരിക്കും, അല്ലെങ്കിൽ അവൻ അഹങ്കാരിയോ. അതേസമയത്ത് വസ്സിഹ്ഹത്തു ഖൈറും മിനൽ ഗിനാ, ആള് നല്ലോനൊന്നുമല്ല, പക്ഷെ അപ്പോഴാണ് നല്ലോനൊന്നുമല്ല. ആ നാട്ടിലെ ഒരു ആരാണ്, ആ നാട്ടിലെ ഒരു കള്ളനാണെന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ പലിശക്കാരനാണ്, ഒക്കെ മോശമല്ലേ, 100% മോശം. അപ്പോഴാണ് ഒരാൾ റോഡ് സൈഡിൽ ബോധം കിട്ടി വീണ് കണ്ടു, ഒരു മോട്ടോർ സൈക്കിൾ ഒരാൾ ഒരാൾ പെട്ടെന്ന് ഇടിച്ചിട്ട് വീണു എങ്കിൽ ഇനി അവിടെ മുതലാളി ഉണ്ടായിട്ട് കാര്യമില്ല, ആര് വേണം? ആരോഗ്യമുള്ളവൻ വേണം. അയാൾ അങ്ങനെ തന്നെ എടുത്ത് പൊക്കിയിട്ട് അടുത്ത ജീപ്പിലേക്ക് ഇട്ട് കൊണ്ടുപോയി. മോലാക്കളിക്ക് ഫോൺ ചെയ്തിട്ട് നാട്ടുകാർ വരണം, ഇവൻ ആൾ കള്ളനാ, മുത്തക്കയൊന്നുമല്ല, പക്ഷെ എന്തുണ്ട്, ആരോഗ്യം ആർക്കുണ്ടായാലും ഉപകരിക്കും, സമ്പത്ത് ഉപകരിക്കൂല, അങ്ങനെ ഉപകരിക്കൂല. അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ്? ആരോഗ്യം. എത്ര 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 വാക്ക് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഞാൻ ഉദ്ധരിക്കുന്നത് ഹാഫിദ് ഇബ്നു ഖയ്യിമിന്റെ സാദുൽ മആദ് 4-ാം വാല്യം. എന്താ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് റളിയല്ലാഹു അൻഹുമാ അന്ന അറാബിയൻ, ഒരു ഗ്രാമീണൻ, ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബിയുടെ അരികിലേക്ക് വന്നു ഒരിക്കൽ. ഫഖാല, എന്നിട്ട് ആ ഗ്രാമീണൻ ചോദിച്ചു, ലഹു, പുണ്യ നബിയോട് ചോദിച്ചു, മാ അസ്അലുല്ലാഹ ബഅദ സ്വലവാത്തിൽ ഖംസി. നോക്കട്ടാ, ഈ ഹദീസ് പരിഭാഷയെങ്കിലും എഴുതി വെക്കണേ, എല്ലാവരും എഴുതി വെക്കണേ, കുട്ടികൾ എഴുതി വെക്കണേ. പിന്നീട് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, എന്താ അതിൻ്റെ അറബി മൂലകം ചോദിച്ചാൽ മതി. അതായത് ഇബ്നു അബ്ബാസ് തങ്ങളാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. സാദുൽ മആദിലുണ്ട്, ഹാഫിദ് ഇബ്നു ഖയ്യിമിൻ്റെ സാദുൽ മആദിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. മഹാനായ ഹാഫിദ് ഇബ്നു ഖയ്യിമിൻ്റെ സാദുൽ മആദിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അന്ന അറാബിയൻ, ഒരു ഗ്രാമീണൻ, ജാഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ റസൂലിനരികിൽ വന്നു. ഫഖാല ലഹു, എന്നിട്ട് പുണ്യ റസൂലിനോട് ചോദിച്ചു. എന്താ ചോദിക്കണത്? ചോദ്യം കേട്ടോളൂ, ചോദ്യം കേൾക്കണേ, ലോണം ശ്രദ്ധിക്കണേ ഈ ചോദ്യം. മാ അസ്അലുല്ലാഹ ബഅദ സ്വലവാത്തിൽ ഖംസി. മാ ചോദ്യം, ഹബീബ നബിയോട് ചോദിക്കുകയാണ്. മാ അസ്അലുല്ലാഹ ബഅദ സ്വലവാത്തിൽ ഖംസി, നിർബന്ധ പ്രാർത്ഥനയായ 5 വഖ്ത് നിസ്കാരങ്ങൾക്ക് തൊട്ടുടനെയും ഞാൻ എന്താണ് അള്ളാഹുവോട് ചോദിക്കേണ്ടത്? അള്ളാഹുവോട് ഞാൻ എന്ത് ചോദിക്കും? ബഅദ സ്വലവാത്തിൽ ഖംസി, 5 നിർബന്ധ പ്രാർത്ഥനകൾക്ക് ശേഷവും ഞാൻ എന്താണ് അള്ളാഹുവോട്? അതായത് 5 വഖ്ത് നിസ്കാരം നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞ ഉടനെ, സുബഹിയാണെങ്കിൽ സുബഹി കഴിഞ്ഞ ഉടനെ, ലൂറാണെങ്കിൽ ലൂറ് കഴിഞ്ഞ ഉടനെ, അസ്റാണെങ്കിൽ അസ്ർ കഴിഞ്ഞ ഉടനെ, നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ എന്താണ് അള്ളാഹുവോട് ചോദിക്കേണ്ടത് എന്ന് ഒരു ഗ്രാമീണൻ പുണ്യ റസൂലിനോട് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ നബിയുടെ മറുപടി, സലില്ലാഹ അൽ ആഫിയ, നീ അള്ളാഹുവോട് ആരോഗ്യം ചോദിക്കുക. സലില്ലാഹ അൽ ആഫിയ, 5 വഖ്ത് നിസ്കാരം നിർബന്ധ പ്രാർത്ഥനയായ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട സത്യവിശ്വാസത്തിൻ്റെയും ദൃഢവിശ്വാസത്തിൻ്റെയും ശേഷം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മമാണല്ലോ എന്ത്? നിസ്കാരം. ഒരു മുസ്ലിമിൻ്റെ നിസ്കാരം. ആ 5 സമയത്തെ നിർബന്ധ പ്രാർത്ഥനകൾക്ക് ശേഷവും ഞാൻ ആദ്യമായി അള്ളാഹുവോട്, പ്രധാനമായി, ആദ്യം എന്ന വാക്ക് പ്രധാനം,
അള്ളാഹുവോട് എന്ത് ചോദിക്കണം? അപ്പോൾ മറുപടി സലില്ലാഹ അൽ ആഫിയ, അള്ളാഹുവോട് നീ ആരോഗ്യം ചോദിക്കണം. ഫഅഅദ അലൈഹി, അപ്പോൾ അയാൾ വീണ്ടും ആവശ്യപ്പെട്ടു. പിന്നെന്താ ചോദിക്കേണ്ടത്? ഫഖാല, അപ്പോൾ വീണ്ടും പറഞ്ഞു സലില്ലാഹ അൽ ആഫിയ, അള്ളാഹുവോട് നീ പിന്നെ ആരോഗ്യം ചോദിക്കുക. യാ സുബ്ഹാനല്ലാഹ്, യാ സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു വട്ടം മറുപടി പറഞ്ഞു, രണ്ടാമത്തെ വട്ടം മറുപടി പറഞ്ഞു. പിന്നെ അയാൾ ആവർത്തിച്ചു. പിന്നെന്താ ചോദിക്കേണ്ടത്? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പുണ്യ റസൂൽ പ്രതിവചിച്ചു. എന്താ പ്രതിവചിച്ചത്? സലില്ലാഹൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, സലില്ലാഹൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, സലില്ലാഹൽ ആഫിയ, അല്ലാഹുവോട് നീ ആരോഗ്യം തന്നെ ചോദിക്ക്. ഫിദ് ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. മാ സുഇലല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹി മിനൽ ആഫിയ, ആഫിയത്ത് ചോദിക്കുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്ന, അടിമയോട് ഉണ്ടാകുന്ന ഇഷ്ടത്തെക്കാളും വലിയ ഒരു ചോദ്യമൊന്നും അള്ളാഹുവോട് ചോദിക്കാൻ ഇല്ല. അതന്നെ ദൂതന്മാരൊക്കെ ഫലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ, ആരോഗ്യം പൂർണ്ണമായപ്പോഴാണ് ആതൈനാഹു ഹുക്മൻ വഇൽമാ, അല്ലാഹു തആല ഇത്തരം മഹാന്മാർക്ക് നുബുവത്ത് നൽകിയത്, പ്രവാചകത്വം നൽകിയത്. ആരോഗ്യമില്ലാത്തവർക്കല്ല. ആർക്കാ കൊടുത്തത്? ആരോഗ്യം. ചിലപ്പോൾ അതിന് ആരോഗ്യ പ്രബോധനത്തിന് ആരോഗ്യം വേണം, ചിലപ്പോൾ നേരിടേണ്ടി വരും, ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരും. ഇല്ലേ? പ്രവാചകന്മാരെ കൂട്ടത്തിൽ വളരെ പാവത്താനായി ഗണിക്കപ്പെടുന്ന ഒരു നബിയാണ്, ഒരു ദൂതരാണ് സയ്യിദുനാ ഈസ അലൈഹിസ്സലാം. ജെറൂസലേമിലെ വലിയ പള്ളിയിൽ കയറി വന്നപ്പോൾ കാണുന്നത് നിറയെ പലിശ കച്ചവടക്കാരാണ്. ചാട്ടവാർ കൊണ്ടുവന്ന് അടിച്ചു എന്നാണ് ബൈബിളിലുള്ളത്. യേശു എന്ത് ചെയ്തു? ജെറൂസലേമിലെ വലിയ പള്ളിയിലെ പലിശക്കാരെ അടിച്ചോടിച്ചു. ഇവർ ഓടുകയും ചെയ്തു. എന്തായിരിക്കും കാരണം? ഇവരൊന്നും യേശുവിനെ ദൈവദൂതനായി അംഗീകരിക്കുന്നു ഇല്ല. എന്നിട്ട് ഓടി. എന്തുകൊണ്ട്? ആ പാത്തന്നെ സീനോ, അതന്നെ അടിശങ്കൂല. ഇവർക്കൊന്നും ഇഷ്ടമല്ല. ആരെ? യേശുവിന് ഇഷ്ടമല്ല. ഇവരെല്ലാം ആരാ? ഹെലനിസ്റ്റിക് ജൂതന്മാരാ. ഞങ്ങളോട് ഹെലനൈസേഷനെ പറ്റി ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹെലനൈസേഷനെ പറ്റി, ഗ്രീക്ക് വൽക്കരണം, ഗ്രീക്ക് മിത്തോളജിയിലേക്ക് ഒരു ദൈവിക മതത്തെ കൂട്ടിക്കെട്ടിയിട്ടാൽ ഉണ്ടായിരുന്നതാണ് ഹെലനൈസേഷൻ. അപ്പോൾ ഹെലനൈസേഷന് വിധേയരായ ജൂതന്മാരാണ് അന്ന് ജെറൂസലേമിലെ വലിയ പള്ളിയിലെ കച്ചവടക്കാർ. ഈ കച്ചവടക്കാർ ഇരിക്കുകയാണ് പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരെ ചാട്ടവാറടിച്ചു. അതിൻ്റെ ഫോട്ടോസ് ക്രൈസ്തവ പുസ്തകങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഏതോ ഒരു പുസ്തകത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. തിരുദൂതരിലാണ് ഇല്ല, തിരുദൂതരിലുണ്ട്. 1-ാം ഭാഗം നിയോഗം, തിരുദൂതർ നിയോഗത്തിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. യേശു ചാട്ടവറടിക്കുന്ന ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ പിൽക്കാലത്തെ പെയിൻറ്റർമാർ അതേക്കുറിച്ച് അതിമനോഹരമായ പെയിൻറ് ചെയ്തിട്ട് അങ്ങനെ തന്നെ അത് എന്താ പറയുക, ഇല്ലസ്ട്രേറ്റഡ് ആയ ബൈബിളിൻ്റെ പ്രതികളിലൊക്കെ കാണാം. അവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ തിരുദൂതർ നിയോഗത്തിൽ ആ ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവരെ ഇറങ്ങി ഓടി. യേശുവിനോ അനുയായികളുമില്ല. യേശുവ പാവമാണ്. പക്ഷെ അടി കിട്ടിയപ്പോൾ ഓടി. എന്തുകൊണ്ട്? തിരിച്ചടിക്കാനുള്ള കഴിവ് ഇവർക്കില്ല. കാരണം അത്രയും കരുത്തുള്ള ആളാണ് ആര്? യേശു. അപ്പൊ അതാണ് ഫലമ്മാ ബലഗ അശുദ്ധഹു വസ്തവ, നിറഞ്ഞ ആരോഗ്യമുള്ള ഇല്ലാത്തൊരു നബിയുമില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ചിലപ്പോൾ നബിമാർക്ക് രോഗം വരാം, പക്ഷെ വീണ്ടും ആരോഗ്യം തിരിച്ചു കൊടുക്കും. ചിലപ്പോൾ അവർ ജീവിതാവസാനം ഒരു അനാരോഗ്യത്തിൽ മരിച്ചു പോകാം, അത് മനുഷ്യന്റെ അനിവാര്യതയാണ്. പക്ഷെ പ്രബോധനം നടത്തുന്ന കാലഘട്ടത്തിലെല്ലാം അവർക്ക് എന്തുണ്ട്? നിറഞ്ഞ ആരോഗ്യമുണ്ട്. അസ്യഹത്തു ഖൈറു മിനൽ ഗിന, സമ്പത്തിനേക്കാളും വലിയ പ്രധാനം ആരോഗ്യമാണ് എന്ന് ചിന്തിക്കുക. നീട്ടി പറയുന്നൊന്നുമില്ല എന്നതിൻ്റെ സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. സാമ്പിൾസ് ചിന്തിക്കണം. അപ്പം ആരോഗ്യം ഇനി സൂക്ഷിക്കലിന് ഞാൻ ഇതിൻ്റെ 1-ാം ഭാഗത്തേക്ക് കയറുകയാണ്. 1-ാം ഭാഗത്തിലേക്ക് കയറുക. ആരോഗ്യം സൂക്ഷിക്കണം.
ആരോഗ്യം സൂക്ഷിക്കണമെങ്കിൽ എന്തു വേണം? 3 അടിസ്ഥാന മൂലകങ്ങളാണ് ശരീരത്തിലുള്ളത്: വായു, പിത്തം, കഫം. ഈ 3നെയും കൃത്യമാക്കി കൊണ്ട് നടന്നാൽ മാത്രം ഉണ്ടാകുന്നതാണ് എന്ത്? ആരോഗ്യം. 1 കൂടിയാൽ ആരോഗ്യം ക്ഷയിക്കും, 1 കുറഞ്ഞാൽ ആരോഗ്യം ക്ഷയിക്കും. മനസ്സിലായില്ല? ശരീരം എന്ന് പറഞ്ഞാൽ ത്രിദോഷങ്ങളാൽ നിബദ്ധിയാണ് ശരീരം. ത്രിദോഷങ്ങൾ, അതായത് വായു, പിത്തം, കഫം. 3 കാര്യമാണത്: വായു, പിത്തം, കഫം. മനസ്സിലാവേണ്ട പറഞ്ഞ് വളരെ ചിന്തിക്കണം. 3 ഘട്ടങ്ങളാണ്. മനസ്സിലായോ പറഞ്ഞത്? അതിൽ ഈ 3 കാര്യങ്ങളെയും ഉദാഹരണം, നാഭിക്ക് താഴെയും നാഭിയുടെയും എന്താ പറയുക ചെസ്റ്റിൻ്റെയും നടുവിലും ചെസ്റ്റ് മുതൽ തലവരെയും 3 ഘട്ടം. ഈ 3 ഘട്ടത്തെയും തുലനം കൃത്യമാക്കി കൊണ്ടുപോകാൻ കഴിയണം, ഇല്ലെങ്കിൽ അനാരോഗ്യം വരും. അതാണ് അനാരോഗ്യം. ഞാൻ വാഗ്ഭടൻ, മഹാനായ ആചാര്യ വാഗ്ഭടൻ എന്താ പറയുന്നതെന്ന് ഒന്ന് കേൾപ്പിച്ചു തരാം. ഇത് അഷ്ടാംഗ ഹൃദയത്തിന് 1-ാം ഭാഗ്യം 1-ാം ഭാഗത്തു നിന്നാണ് ഞാൻ എടുക്കുന്നത്. ഇത് സമ്പൂർണ്ണ അഷ്ടാംഗ ഹൃദയം 1-ാം ഭാഗ്യം. ഇതാ എന്ന് ആയുഹ കാമയ മാനേന ധർമാർത്ഥ സുഖസാധനം ആയുർവേദോപദേശേഷു വിധേയഃ പരമാദരഃ ക്രിയതേ ഇഷ്ടാംഗഹൃദയം നാദി സംക്ഷേപ വിസ്തരം കായബല ഗ്രഹോർധ്വാംഗ ശല്യ ദൃഷ്ടാ ജരാവൃഷാൻ. എന്താ പറയുന്നത്? അഷ്ടാവങ്കാനി തസ്യാഹു ചികിത്സായേഷു സംശ്രിത വായുഃ പിത്തം കഫശ്ചേതി ത്രയോദോഷാഃ സമാസദഃ. എന്താ പറയുന്നത്? ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ ഒരു വ്യാഖ്യാനം പറഞ്ഞു തരാം. എന്താണ് അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത്? മനുഷ്യ ശരീരത്തിൻ്റെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് 3 ത്രിദോഷങ്ങളാണ്: വായു, പിത്തം, കഫം. ഇതെല്ലാം ശരീരത്തിൽ ഉണ്ടായിരിക്കണം. കൂടാനും പാടില്ല, കുറയാൻ പാടില്ല. വായു, പിത്തം, കഫം എന്നീ 3 ഘടകങ്ങളാണ്. ഇവ ശരീരത്തിൽ കൃത്യമായ അളവിലും തുലനാവസ്ഥയിലും ഇരിക്കുമ്പോൾ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുന്നു. അപ്പോൾ വായുവിൻ്റെ അളവിലും പിത്തം പിത്തത്തിൻ്റെ അളവിലും കഫം കഫത്തിൻ്റെ അളവിലും എവിടെ ഉണ്ടാകണം? ബോഡിയിൽ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ആ ബോഡിക്ക് ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയൂ. ആചാര്യ വാഗ്ഭടൻ്റെ അഷ്ടാംഗ ഹൃദയം 1-ാം ഭാഗം 1-ാം ശ്ലോകം ഇതാണ് ഇവിടെ വായിച്ചത്. ശരീരം ത്രിദോഷങ്ങളാണ്. ഇത് മനുഷ്യന് ഗുണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അതിന് ത്രിദോഷങ്ങൾ എന്ന് പേരിട്ടത്. അനിവാര്യ ഘടക, പക്ഷെ അത് എപ്പോഴും തെറ്റിയാൽ എന്താവും? ദോഷവും. ത്രിദോഷങ്ങളാണ്. ഈ 3 ഘടകങ്ങൾ അനിവാര്യമാണ്. 3ഉം അനിവാര്യമാണ്. മനുഷ്യ ശരീരത്തിന് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് വാദം, പിത്തം, കഫം എന്നീ 3 ഘടകങ്ങൾ. ഇവ ശരീരത്തിൽ കൃത്യമായ അളവിലും തുലനാവസ്ഥയിലും ഇരിക്കുമ്പോൾ ശരീരം ആരോഗ്യത്തോടെ കൂടെ ഇരിക്കുന്നു. ഇത് 3ൻ്റെയും സ്റ്റേഷനാണ്, സത്യത്തിൽ ട്രാൻസ്ഫോമറാണ്. എന്ത് വയറ്. വായുവിനെ നിയന്ത്രിക്കുന്നതും പിത്തത്തെ നിയന്ത്രിക്കുന്നതും കഫത്തെ നിയന്ത്രിക്കുന്നതും എന്താണ്? ഈ ഒരു പാത്രമാണ്. നീ ഈ പറഞ്ഞതിലേക്ക് പുണ്യ റസൂൽ പറഞ്ഞ വാക്കൻ ചേർത്ത് വെക്ക്. എഴുതിച്ചോളൂ ഹദീസ്. മനുഷ്യൻ ഒരു വയറും ഒരു പാത്രവും നിറച്ചിട്ടില്ല ശർറൻ അപകടകാരിയായിട്ട് മിൻ ബത്നിഹി അവന്റെ സ്വന്തം വയറിനേക്കാൾ. സുലുസുൽ ലിത്വാമി വസുലുസുൽ ലിശ്റാബി വസുലുസുൽ ലിനഫസി.
വയറിൽ വേണ്ടി വന്നാൽ കുറച്ച് ലുഖൈമാത്തുൻ യുഖിംന സുൽബഹു. ഹസിബ ബിനു ആദമ ലുഖൈം, മനസ്സിലായില്ലേ? ഹസിബ ബിനു ആദം ലുഖൈമാത്തിൻ യുഖിംന സുൽബഹു. മനുഷ്യന് ചില ലുഖൈമാത്ത്, ലുഖ്മത്ത് ഉരുള, ലുഖൈമത്ത് കുഞ്ഞുരുള. ഹസിബ ബിനു ആദം, മനുഷ്യന് മതി ലുഖൈമാത്തിൻ, ചില ഉരുളകൾ മതിയാവും മനുഷ്യന്. ലുഖൈമാത്ത് പറഞ്ഞാൽ ലുഖ്മത്ത് ഉരുള, ലുഖൈമത്ത് കുഞ്ഞുരുള. യുഖിംന, അത് നിവർത്തി നിർത്തും സുൽബഹു, അവന്റെ മുതുകിനെ. ഒന്ന് നടു നിവർത്താൻ പറ്റിയ എന്തെങ്കിലും കുറച്ച് 1, 2, 3 കുഞ്ഞു ഉരുള കിട്ടിയാലും മനുഷ്യന് ഭംഗിയായി ജീവിക്കാം. നമ്മൾ കാരണം കേട്ടോ, മനസ്സിലാക്കണം. അപ്പം കണ്ടത് മുഴുവനും തിന്നാനുള്ളതല്ല എന്ത്? വയറ്. കേരളത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം മധ്യ കേരളമാണ് എന്ത്? ക്യാൻസറിൻ്റെ കേന്ദ്രം. മധ്യ കേരളം, അതായത് ഏകദേശം മദ്യം എന്ന് പറയുന്നത് ഞാനൊരു കോലത്തിൽ പറയാണ്. അങ്ങനെ മധ്യ കേരളം മുതൽ, ഉദാഹരണം തൃശ്ശൂർ മുതലാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ രോഗം, ക്യാൻസർ. ഇവിടെ ഏറ്റവും വസിക്കുന്ന മറ്റു സമുദായങ്ങളുണ്ടെങ്കിലും ഏറ്റവും വസിക്കുന്നൊരു ജനത മുസ്ലിങ്ങൾ എന്ന തൽക്കാലം ആ പേര് മാറ്റിയിട്ട് നമുക്ക് മാപ്പിളമാരെന്ന് വിളിക്കാം. അത് നല്ലൊരു വാക്കാണ്. ഇതൊക്കെ സൂക്ഷിച്ച ഒരു മനുഷ്യനെ പടച്ചോൻ കൊടുത്ത പേരാണ് മുസ്ലിം. അത് വിളിക്കാൻ മാത്രമൊന്നും ഇന്നത്തെ ഈ നിസ്കാരക്കുപ്പായിട്ട് നടക്കുന്ന ഈ ജാമൂസുകളായ ഈ മാപ്പിളമാർക്ക് അർഹത ഇല്ല. മാപ്പിളമാർക്ക് ഇന്ന് മുസ്ലിം എന്ന് പറയാനുള്ള അർഹതയൊന്നുമില്ല. അവർ പടച്ചോനെ മറന്നു. കണ്ടത് മുഴുവനും വിചിത്രം എന്നാ എന്താ ചെയ്യണത്? എന്താ നിങ്ങൾ എന്താ വിചാരിച്ചേ? മാപ്പിളമാർ ഭക്ഷണം, ഈ ലോകത്ത് വിചിത്ര ഭക്ഷണം കഴിക്കുന്ന മാപ്പിളമാര്. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച ഞങ്ങളോട് പറയാം. ഈ സെയിനു ആണോ എന്നും അറിയില്ല, ഇനി ജാബിറ എന്ന് പറയും വേറൊരാളാന്നും അറിയില്ല, ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാം. അങ്ങനെ മഞ്ചേരി ഭാഗത്ത് നിങ്ങൾ പോവാം. അപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡ് കടയുടെ മുന്നിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ഒരു പ്രധാനമായ ഐറ്റമാണ് എന്തെന്നറിയോ? പൊരിച്ച ഐസ്ക്രീം. പൊരിച്ച ഐസ്ക്രീം. ഈ ബോർഡ് കണ്ടവർക്ക് കൈപ്പൊക്കാം. കണ്ടിട്ടില്ലേ? ഇതാ പൊരിച്ച ഐസ്ക്രീം. എന്താ ഇവനെ എങ്ങനെയാ മുസ്ലിം എന്ന് പറയാ? ഐസ്ക്രീം പൊരിക്കുക. എനിക്കത് മനസ്സിലായിട്ടില്ല, ഇപ്പൊ മനസ്സിലായിട്ടില്ല എന്താണത്. ഈ ലോകം മുഴുവൻ നിങ്ങൾ ചുറ്റി നടന്നാൽ, ആഫ്രിക്കയിലും യൂറോപ്പിലും അമേരിക്കയിലും മുഴുവൻ ചുറ്റി നടന്നാലും എന്ത് കാണൂല? പൊരിച്ച ഐസ്ക്രീം കിട്ടും. ഐസ്ക്രീം കിട്ടും, പൊരിച്ച പോത്തിറച്ചിയും കിട്ടും, ചിലപ്പോൾ പോർക്കും കിട്ടും, ഒക്കെ കിട്ടും. എന്ത് കിട്ടൂല? പൊരിച്ച ഐസ്ക്രീം കഴിക്കണമെങ്കിൽ മലപ്പുറത്ത് വരണം. ഭൂലോകത്തെ പോത്തുകൾ താമസിക്കുന്ന നാടാണ് ഇപ്പം ഈ പറഞ്ഞ നാട്. മലപ്പുറം നൽകുമ്പോൾ നമുക്ക് ചൂടാവും. ചൂടാവൻ്റെ ബാപ്പാനോട് പറഞ്ഞാൽ മതി, എന്നോട് പറയരുത്. ഒരു സമുദായമാണ് നശിച്ചു. എന്താ തിന്നെന്ന് എനിക്ക് കണക്കില്ല. ഇത് ഹെഡിങ് എഴുതി വെച്ചിരിക്കുകയാണ്, എന്ത്? പൊരിച്ച ഐസ്ക്രീം. ഐസ്ക്രീം തന്നെ തിന്നാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ വേറെ പഠനം നടത്തണം. എന്താ മനുഷ്യൻ്റെ അവസ്ഥ? ഇവന് മനസ്സിലായില്ല. ഒരു 8 or 10 കൊല്ലം ആരോഗ്യത്തോടു കൂടി ഇത് തിന്നും, പിന്നെ അവൻ സൈഡാവും. പിന്നെ അവന് ഷുഗർ, പ്രഷർ, പിന്നെ അവന് ക്യാൻസർ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്താ മനുഷ്യൻ്റെ അവസ്ഥ? ഇവരെങ്ങനെയാണ് ചങ്ങാതി മുസ്ലിം എന്ന് പറയാം? ഇതേ ഭാഷ. ഇതിപ്പോൾ വാഗ്ഭടനെ പറ്റി പറഞ്ഞ നിങ്ങൾ, ഇതന്നെ റസൂലുള്ളാഹിന്റെ ഭാഷ. അതായത് ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ വരെ നിയന്ത്രിക്കും. ഒരു ഭക്ഷണത്തിനെ കൂടുതൽ അവിടെ ഇപ്പം റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾക്ക് തരാം, നീട്ടുന്നില്ല, അവസാനിപ്പിക്കണം. റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾക്ക് തരാം, ഭയങ്കര ചിന്തിക്കണം. കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു റുതബ ബിൽ ഖിസാഇ ഔ ബിൽ ബത്തീഖ് ഫയഖൂലു ഹാദാ യദ്ഫഉ ഹറാറത ഹാദാ യദ്ഫഉ ഹറാറത ഹാദാ. പുണ്യ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം വിളഞ്ഞ റുത്തബ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, റുത്തബ് എന്ന് പറഞ്ഞാൽ പഴുത്ത, ഉണങ്ങിയതല്ല, പഴുത്ത കാരക്കാണ്. പഴുത്ത ഈത്തപ്പഴത്തിനാണ് എന്ത് പറയുക? റുത്തബ്. കണ്ടിട്ടില്ലേ? റുത്തബ് എന്നാൽ ഒരു മഞ്ഞ നിറം, നല്ല മഞ്ഞ നിറം ഉണ്ടാവും, അല്ല കരുത്തുള്ള സാധനമാണ്. കൊല പിന്നെ അതിൻ്റെ അങ്ങനെ ആ പാകം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അതിൻ്റെ പഴുപ്പൊന്നും അങ്ങനെ കയറി വരും, വല്ലാത്തൊരു രസമാണ്. ഈ ഭൂലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും റുത്തബാണ്. കഴിക്കുന്നില്ലേ? വല്ലാത്തൊരു ആയോ? മാഷാ അല്ലാഹ്. എന്നിട്ട് അവിടുന്ന് വന്നപ്പോൾ ഒന്ന് കൊണ്ടുവന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം, ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്നത് ഇവിടെ കഴക്കടയിലാണ്, പക്ഷെ ആ ഒരു ഭംഗി കിട്ടൂല. അറബ് രാജ്യത്തെ ആ കാറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേക കാറ്റ്. ആ കാറ്റിൽ അതിങ്ങനെ ഇങ്ങനെ കയറി വരും. ആ സമയത്ത് റുത്തബ് എന്ന് പറഞ്ഞാൽ പകുതി ഭാഗം നല്ലോണം പഴുത്തിട്ടുണ്ടാവും, പകുതി ഭാഗം പഴുപ്പ് ഇങ്ങനെ കയറുന്നുണ്ടാവുള്ളൂ. ഇതിങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ രസം, എന്താ അതിൻ്റെ കരുത്ത്. പക്ഷേ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലുൽ റുതബ ബിൽ ഖിസാഇ, കക്കരി കൂട്ടിയേ റുതബ് കഴിക്കും. ഓ ബിൽ ബത്തീഖ്, അല്ലെങ്കിൽ വത്തക്ക കഷ്ണം. എങ്ങനെയുണ്ട്? ഇവിടെ ബത്തീഖ് കൊണ്ട് ഉദ്ദേശം വെള്ളരിയാണെന്നും ഒരഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ കുമ്പളം അതുപോലത്തെ ഒരു സാധനമായിരിക്കാം. ബത്തക്ക പിന്നെ വന്നതാണ്. എന്താണെങ്കിലും റുത്തബ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കുകയാണെങ്കിൽ റുത്തബ് കഴിക്കും. എത്ര രൂപ കഴിക്കാന്നറിയോ? ഒരു 3 പീസ് കഴിക്കും, ഏറി വന്നാൽ 7 പീസ്. അത് കഴിക്കുമ്പോൾ തന്നെ എന്ത് കൂട്ടും? റുത്തബ് കഴിക്കുമ്പോൾ ബിൽ ഖിസാഇ, കക്കിരിയോ വെള്ളരിയോ കുമ്പളങ്ങ എന്തെങ്കിലും ഒന്ന് കൂട്ടും. ബത്തീഖ് എന്നാണ് ഉള്ളത്. ബത്തക്കയും ആകാം, അല്ല ബത്തക്ക പിന്നീട് വന്നതാണ് എന്നും പണ്ഡിത അഭിപ്രായമുണ്ട്. അപ്പോൾ അത് വെള്ളരിയുമാകാം എന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ കക്കരിയോ വെള്ളരിയോ അല്ലെങ്കിൽ സമാനമായി ബത്തക്കണെങ്കിൽ ബത്തക്ക, അത് കൂട്ടാതെ റസൂലുള്ള എന്ത് കഴിക്കൂല? റുത്തബ് കഴിക്കൂല. ഫയഖൂലു, എന്നിട്ട് ഹബീബായ നബി എന്ത് പറയും? യദ്ഫഉ ഹർറ ഹാദാ ബുർദു ഹാദാ, ഇതിൻ്റെ തണുപ്പ് ഇതിൻ്റെ ചൂടിനെ തടയും. അപ്പോൾ വാതപിത്ത കഫം സന്തുലിതപ്പെടും. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ഇവിടെ ഇതന്നല്ലേ നബി പറയുന്നത്? അഷ്ടാംഗ ഹൃദയത്തിലുള്ള ഇതന്നല്ലേ ഇപ്പൊ നബി പറഞ്ഞ്? ഇത് പ്രാക്ടിക്കലാണ്, അത് തിയറിയാണ്, ഇത് പ്രാക്ടിക്കലാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? റസൂലുള്ളാഹി റുത്തബ് കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ എത്ര റുത്തബ കഴിക്കാന്നുള്ള ഒരു കണക്കില്ല. മനുഷ്യന് രോഗമില്ലാതിരിക്കണമെങ്കിൽ എന്താവണം? സമാനതയിൽ നിൽക്കണം. എന്ത് മൂക്കത്തിൽ നിന്നാ എങ്ങനെ നിനക്ക് വായുവിനോടെ സ്ഥലമില്ല? വാതപിത്ത കഫങ്ങളെ അതാണ് ത്രിദോഷങ്ങൾ. ഇത് ശരീരത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ ശരീരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ഈ സാധനത്തിൽ ഒരന്ന് അധികരിച്ചാൽ എന്ത് വരും? ഇതിന്റെ സമാനതയാണ്. ഇത് സമാന സ്വഭാവത്തിൽ പരസ്പരം അതിന് നിശ്ചയിച്ച ഈക്വൽ അളവിൽ അത് നിൽക്കലാണ്. ആരോ പറയാ, അതിന് നിശ്ചയിച്ച അളവിൽ അത് നിൽക്കലാണ് ആരോഗ്യം. ഇതിനെ നിയന്ത്രിക്കുന്നതാണ് വയറ്. അപ്പൊ വയറിലേക്ക് ഒന്നിടണമെങ്കിൽ ചൂട് കൂടിയ പദാർത്ഥമാണ് റുതബ്. ചൂട് കൂടും, അതാണ് അതിന്റെ കരുത്തും. പ്രത്യേകിച്ച് കാരക്കന്റെ സ്വഭാവം അങ്ങനെയാണ്. കാരക്കയിൽ എന്തുണ്ട്? ഭയങ്കര ആരോഗ്യമുണ്ട്. അപ്പൊ അതിന് എന്തുണ്ടാവും? എന്തുണ്ടാവും? ചൂടുണ്ടാവും. നമ്മളിപ്പോ കാരക്ക പാത്രം കൊണ്ടുവന്ന് തിന്ന